5-ാം സങ്കീർത്തനം അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രം നമുക്കിന്ന് രാത്രിയിലെ ധ്യാനത്തിനായിട്ട് എടുക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ വിവിധ മേഖലകളിലൂടെ വിവിധ ആശയങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും നമ്മൾ ആ എല്ലാ ഭാഗത്തു നിന്നും എടുക്കാതെ അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ഒരാൾക്ക് വായിക്കാം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന. പ്രാർത്ഥനയിൽ വാക്കുകളുണ്ട്. വാക്കുകളൊന്നും പറയാതെ ചിലപ്പോൾ മൗനമായി ധ്യാനിച്ചു കൊണ്ടിരിക്കാം. ചിലപ്പോൾ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന വാക്കുകൾ സങ്കടമായി മാറാം. എന്നാൽ എല്ലാം കേൾക്കുന്ന എൻ്റെ രാജാവും എൻ്റെ ദൈവവുമേ, പ്രാർത്ഥനയിൽ സങ്കടമുണ്ടോ, പ്രാർത്ഥനയിൽ വാക്കുകളുണ്ടോ, പ്രാർത്ഥനയിൽ ധ്യാനമുണ്ടോ, അതൊന്നുമല്ല വിഷയം. പ്രാർത്ഥിക്കുന്ന ഭക്തൻ തിരിച്ചറിയണം, ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നേ, ഞാൻ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആരോടാണ് എൻ്റെ സങ്കടം പകരുന്നത്, ഞാൻ ആരുടെ മുമ്പിലാണ് ധ്യാനിക്കുന്നത്. ഈ തിരിച്ചറിവാണ് എൻ്റെ പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് എന്നെ ഇറക്കുന്നത്. എൻ്റെ പ്രാർത്ഥന അർത്ഥമുള്ളതായി മാറുന്നത്, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒരു ധൂപമായി ഉയരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് അറിയുമ്പോഴാ. പ്രാർത്ഥനയിൽ എനിക്ക് എന്താ ഉറക്കം വരുന്നതെന്നറിയാമോ? ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിവില്ലാത്തത് കൊണ്ടാ. ഈ മുഴു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച, ഈ മുഴു പ്രപഞ്ചത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ മുഴു പ്രപഞ്ചത്തെയും ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന അവൻ കൽപ്പിച്ചാൽ ഒരു പുഴു ചലിക്കും, അവൻ കൽപ്പിച്ചാൽ സമുദ്രത്തിൽ ഒരു തിമിംഗലം ചലിക്കും, അവൻ കൽപ്പിച്ചാൽ ഒരു ആമണക്കുണ്ടായി വരും, അവൻ കൽപ്പിച്ചാൽ രാജാക്കന്മാർ നിശ്ചലമാകും, അവനൊന്ന് നോക്കിയാൽ ഇരുമ്പ് രഥങ്ങളുടെ ഓട്ടം, അതിൻ്റെ ചക്രങ്ങളുടെ ഓട്ടം താറുമാറാകും. ഈ പ്രപഞ്ചത്തിൽ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരുവനോടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ പ്രാർത്ഥന അർത്ഥമുള്ളതാകും. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രാർത്ഥനയിൽ മടുപ്പ് വരത്തില്ല, എൻ്റെ പ്രാർത്ഥനയിൽ ക്ഷീണം വരത്തില്ല, എൻ്റെ പ്രാർത്ഥനയിൽ ഉറക്കം വരത്തില്ല. ഞാൻ തിരിച്ചറിയണം, ഞാൻ ആരോടാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചവനും 40 വർഷം ഇസ്രായേൽ മക്കൾക്ക് മുട്ടുവരാതെ മന്ന കൊടുത്ത ദൈവം, അവർ ഇറച്ചി ചോദിച്ചപ്പോൾ കാടപ്പക്ഷിയെ പറന്നു കൊണ്ടുവന്നവരുടെ മുമ്പിൽ കൈ നീട്ടി പിടിക്കത്തക്കവണ്ണം നിർത്തിയവൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് എൻ്റെ കൈ നീട്ടി പിടിക്കത്തക്കവണ്ണം നിർത്തിത്തരാൻ കഴിവുള്ളവനോടാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ്. 2, ഞാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതികാലത്തെ ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പഴയ നിയമത്തിൽ ചിട്ടകൾ വെച്ചുള്ള പ്രാർത്ഥനയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചിട്ടകൾ വെച്ചുള്ള പ്രാർത്ഥനയാണ്. രാവിലെ പ്രാർത്ഥിക്കുക, പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുക, വൈകിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ചിട്ട ശീലങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള പ്രാർത്ഥനാ ശീലങ്ങളല്ല, പ്രാർത്ഥനയുടെ ചിട്ടകളല്ല, ഒരു പ്രാർത്ഥനയുടെ ആത്മാവ്. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ, ഓരോ നടപ്പിലും പ്രാർത്ഥിക്കാൻ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കൊരു സമയമല്ല, എപ്പോഴും പ്രാർത്ഥിക്കാം, ഇടവിടാതെ പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്, ഇടവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പഴയ നിയമ ഭക്തന്മാരൊക്കെ അധികാലത്തെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. നീ രാവിലെ തന്നെ ഒരുങ്ങി സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. ദൈവം മോശയോട് പറയുക, മോശേ, നീ രാവിലെ തന്നെ എഴുന്നേൽക്കണം, നീ നന്നായി ഒരുങ്ങണം, നീ ഞാൻ വസിക്കുന്ന പർവ്വതത്തിൽ, ഞാൻ ഇറങ്ങി വരുന്ന സീനായി പർവ്വതത്തിൽ നീ കയറി വരണം. അതിന് ദൈവം തെരഞ്ഞെടുത്ത സമയം എപ്പോഴാ? രാവിലെ. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം നന്നായി ഉറങ്ങി പുതിയൊരു പ്രഭാതം ദൈവം നമുക്ക് തരുമ്പോൾ കണ്ണു തുറന്ന്
അതരങ്ങൾ തുറന്ന് സ്തുതിക്കാൻ ആദ്യത്തെ സമയം, ആ ദിവസത്തിൻ്റെ ആ പ്രാരംഭ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ. പ്രൈസ് ഗോഡ്. പ്രഭാതയാമങ്ങളിൽ ദൈവം ഇറങ്ങി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ ഉടനീളം നമുക്ക് ആ സംഭവം കാണാൻ സാധിക്കും. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. അന്ന് പ്രഭാതയാമത്തിൽ യഹോവ ഇറങ്ങി പ്രവർത്തിച്ചെന്ന് ഇസ്രായേൽ മക്കളുടെ നേരെ വന്ന മിസ്രയേം സൈന്യത്തെ തകർക്കുവാൻ വേണ്ടി അന്ന് പ്രഭാതയാമത്തിൽ ദൈവം ഇറങ്ങിയെന്ന അതികാലത്തെ നമ്മൾ അതികാലത്തെ എഴുന്നേക്കും ഡ്യൂട്ടിക്ക് പോകാൻ. ഡ്യൂട്ടി ഇല്ല, ചുട്ടിയാണെങ്കിലോ അന്ന് ഏറ്റവും കൂടുതൽ അങ്ങ് ഉറങ്ങും. നമ്മൾ അതികാലത്തെ എഴുന്നേൽക്കുന്നത് ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ്, ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അന്ന് ചുട്ടിയാണെങ്കിൽ, അന്ന് അവധിയാണെങ്കിൽ എത്രയും നേരം കിടന്നുറങ്ങാമോ അന്നങ്ങ് ഉറങ്ങും. മിഡിൽ ഈസ്റ്റിൻ്റെ പ്രത്യേകത അങ്ങനെയായിപ്പോയി. പക്ഷെ ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? നീ രാവിലെ ഈറനണിഞ്ഞ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് ഹൈന്ദവ ദൈവങ്ങളുടെ മുമ്പിൽ പൂജാമുറിയിലേക്കൊരു ഹൈന്ദവ ഭക്തൻ കയറുന്നത് അവൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടല്ല. ഉദയസൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ദേവകീർത്തനങ്ങൾ അവൻ്റെ അതരത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ പൂജാമുറിയിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ കരയും കടലും നിർമ്മിച്ച ദൈവം, കഴിഞ്ഞ രാത്രി സുഖകരമായി ഉറക്കം തന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതികാലത്തെ എഴുന്നേറ്റ്, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് യഹോവയെ മഹത്വപ്പെടുത്തുമെന്ന് പറയാൻ ഒരു ഭക്തന് കഴിയണം. ദൈവം പറയുക, നീ രാവിലെ എഴുന്നേറ്റ്. ഇത് എപ്പോഴാണ് സാഹചര്യം അറിയാമോ? പശ്ചാത്തലം ഏതെന്നറിയാമോ? മോശയ്ക്ക് ദൈവം ഉണ്ടാക്കി കൊടുത്ത 2 കൽപ്പലകകൾ ദൈവം അതിൽ എഴുതി കൊടുത്ത അതെല്ലാം മോശ കൊണ്ടുവന്ന് ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുന്നത് കണ്ടിട്ട് തല്ലി ഉടച്ചു കളഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉടച്ചു കളഞ്ഞ മുമ്പിലത്തെ പോലെയുള്ള 2 കൽപ്പലക നീ ചെത്തി ഉണ്ടാക്കിക്കൊണ്ട് കയറി വരണം. മുമ്പേ ഞാൻ നിന്റെ കയ്യിൽ തന്ന കൽപ്പലക നീ ഉണ്ടാക്കിയതല്ല, അത് ഞാൻ ഉണ്ടാക്കിയതാ. അതൊരുപാട് അതിൻ്റെ പിന്നിൽ ബന്ധപ്പെട്ടു. ഞാൻ ഉണ്ടാക്കി നിന്റെ കയ്യിൽ തന്നപ്പോൾ നിനക്കത് എറിഞ്ഞുടയ്ക്കാൻ എളുപ്പമാ. പക്ഷെ നീ ഉണ്ടാക്കി നിന്റെ കരങ്ങളിൽ പിടിക്കുമ്പോൾ നീ വേഗത്തിൽ എറിഞ്ഞുടയ്ക്കത്തില്ല. അതിൻ്റെ പിന്നിലെ അധ്വാനം നിനക്കറിയാം. എങ്കിലും ഉടച്ചു കളഞ്ഞതിനകത്ത് ഞാൻ മുൻപേ എഴുതിയതുപോലെ വീണ്ടും എഴുതുവാൻ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ കൽപ്പലകകളുമായി രാവിലെ എഴുന്നേറ്റ് ഭക്തന്മാർ, വിശുദ്ധ ബൈബിളിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ദൈവത്തിൻ്റെ സന്നിധി ചെല്ലാൻ പറ്റിയ സമയം, ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയവും ചെന്ന് പ്രാർത്ഥിക്കാം. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കാം, 9 മണി നേരത്ത് പ്രാർത്ഥിക്കാം. സമയഭേദം കൂടാതെ ഏത് സമയവും ദൈവത്തോട് അടുത്തിയെല്ലാം. പക്ഷേ ദൈവം തൻ്റെ അടുത്തേക്ക് വരാൻ വിളിക്കുന്ന സമയം നീ അതികാലത്തെ എഴുന്നേറ്റ് നഷ്ടപ്പെട്ടു പോയ ആ അതികാലത്തെയുള്ള പ്രാർത്ഥന അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പരിശുദ്ധൻ നമ്മളെ സഹായിക്കട്ടെ. എങ്ങനെ വരണമെന്ന്? നീ ഒരുങ്ങി വരണം. നിന്റെ ദേഹം, ദേഹി, ആത്മാവെല്ലാം. ഭക്തൻ്റെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ അതികാലത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അവൻ ഒരുങ്ങി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. അടുത്തത് ഭക്തൻ്റെ ആരാധനയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 7-ാം വാക്യം. ഞാൻ എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് വരുന്നതെന്നറിയാമോ? ദൈവകൃപയുടെ ബഹുത്വത്താൽ, കൃപയുടെ അൺമെഷറബിൾ ഗ്രേസ്, അളക്കാൻ പറ്റാത്ത കൃപ ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞു തന്നതുകൊണ്ടാ എനിക്ക് വീണ്ടും ആരാധനയിലേക്ക് വരാനിടയായത്. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. ആരാധനയ്ക്ക് വരുന്ന ഭക്തൻ അറിയേണ്ടത്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നത് പോലും ദൈവത്തിന്റെ കൃപയാൽ. പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവൻ തിരിച്ചറിയണം, ഞാൻ നിന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. ആരാധിക്കാൻ വരുമ്പോൾ അവൻ തിരിച്ചറിയണം, ഞാൻ ആരാധനയ്ക്ക് വന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. എങ്ങനെ? നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്. ഞാൻ എവിടെങ്കിലും ചെന്നല്ല ആരാധിക്കുന്നത്, നീ എന്നെ ആരാധനയ്ക്കായി ക്ഷണിച്ച സ്ഥലത്തേക്ക് തന്നെ വന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്. എങ്ങനെ ആരാധിക്കും? നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ഭക്തിയില്ലാത്ത ആരാധനകൾ ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്ന സമയങ്ങൾ അർത്ഥമുള്ളതായി മാറണമെങ്കിൽ ഉള്ളിൽ നിറയുന്നൊരു ഭക്തി ഉണ്ടായിരിക്കണം. ആ ഭക്തി എന്ന് പറഞ്ഞാൽ ആഴമായൊരു ദൈവഭയം. ആഴമായൊരു ദൈവഭയം. ദൈവസന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ ദൈവകൃപയുടെ ബഹുത്വത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കും. ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവഭക്തി നിറഞ്ഞു നിൽക്കണം. അത് നമ്മുടെ ഇരിപ്പിലും, അത് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്ന കേൾക്കുമ്പോഴും, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ ഭക്തി നിറഞ്ഞു നിൽക്കുവാനിടയാകണം. ആ ഭക്തിയുടെ വേഷം ധരിച്ച ഒരു സമൂഹത്തെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഭക്തി, യഥാർത്ഥമായ ഭക്തിയോടെ ദൈവസന്നിധിയിൽ വരിക, പ്രാർത്ഥനാപൂർവം ദൈവകൃപയുടെ ബഹുത്വത്താൽ ദൈവസന്നിധിയിലേക്ക് വന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ആരാധിക്കുമ്പോൾ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ എവിടെ ചെന്ന്? നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക്. എങ്ങനെ? നിങ്കലുള്ള ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഞാൻ ആരെ ആരാധിക്കും? ദൈവത്തെ ആരാധിക്കും. എങ്ങനെ ആരാധിക്കും? ഭക്തിയോടെ ആരാധിക്കും. എവിടെ ആരാധിക്കും? ദൈവസന്നിധിയിൽ ആരാധിക്കും. എപ്രകാരം ആരാധിക്കും? കൃപയുടെ ബഹുത്വത്താൽ. കൃപയുടെ ബഹുത്വത്താൽ നിങ്ങളുള്ള ഭക്തിയോടെ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് ഞാൻ നിന്നെ ആരാധിക്കും.